തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 4 LDFിന് എതിരില്ല ജയം. ഈ ദിവസത്തെ പ്രധാന വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10ലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ കണ്ണൂർ ജില്ലയിൽ 4 LDFിന് എതിരില്ല ജയം. ആന്തൂർ നഗരസഭയിൽ 2 മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 2 LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. പത്രിക സമർപ്പിക്കേണ്ട അവസാന സമയമായ വെള്ളിയാഴ്ച വൈകിട്ട് വരെ 4 മറ്റൊരു പത്രിക നൽകിയില്ല. പത്രിക പിൻവലിക്കുന്ന സമയം കഴിയുന്നതോടെ ഇവരെ വിജയികളായി പ്രഖ്യാപിക്കും. കേരളത്തിന്റെ SIR സംബന്ധിച്ച ഹർജികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഹർജികൾ 26-ന് വീണ്ടും വിശദമായി പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. SIRന് നിലവിൽ സ്റ്റേ ഇല്ല. കേരളത്തോടൊപ്പം UPയിലെയും പുതുച്ചേരിയിലെയും ഹർജികൾ കോടതിയിലെത്തിയിരുന്നു. ഡൽഹി സ്ഫോടനത്തിൽ പ്രതികളുടെ വിദേശ ബന്ധം സ്ഥിരീകരിച്ച ദേശീയ അന്വേഷണ ഏജൻസി ഡോക്ടർ മുസമ്മലിന് വിദേശത്ത് നിന്ന് ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു കൊടുത്തതായി NIA കണ്ടെത്തി. കേസിൽ അറസ്റ്റിലായവരെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഡോക്ടർ മുസമ്മിൽ, ഷഹീൻ എന്നിവരുടെ വിദേശ ബന്ധം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായകമായ കണ്ടെത്തൽ. അറബിക്കടലിൽ പുതിയ ഇനം നീരാളി കൂന്തലിനെ കണ്ടെത്തി. അപൂർവമായ ടനിഞ്ചിയ എന്ന ജനുസിൽപ്പെട്ടതാണിത്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്ര സംഘമാണ് കൊല്ലം പുറംകടലിൽ ഏകദേശം 390 മീറ്റർ ആഴത്തിൽ നിന്നും ഒക്ടോപോട്യൂത്തിടെ കുടുംബത്തിൽപ്പെട്ട ഈ കൂന്തലിനെ കണ്ടെത്തിയത്. ടനിഞ്ചിയ സൈലാസി എന്നാണ് പുതിയ കൂന്തലിന് പേര് നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ രാവിലെ 10 മുതൽ ആരംഭിക്കും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം തിരഞ്ഞെടുപ്പ് ഏജന്റ്, നിർദ്ദേശകൻ എന്നിവർക്ക് പുറമെ സ്ഥാനാർത്ഥി എഴുതി നൽകുന്ന ഒരാൾക്കു കൂടി വരണാധികാരിയുടെ മുറിയിലേക്ക് പ്രവേശനം അനുവദിക്കും. ഇന്ത്യൻ യുദ്ധവിമാനം ദുബായിൽ തകർന്നു വീണു. ഇന്ത്യ വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്നു വീണത്. എയർ ഷോയുടെ ഭാഗമായ അഭ്യാസ പ്രകടനത്തിനിടെ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. രാജ്യത്തെ 20.5 കോടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന യുനിസെഫ് റിപ്പോർട്ട് ദേശീയ തലത്തിൽ അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR അജിത് കുമാറിനെതിരായുള്ള കേസ് റദ്ദാക്കി. ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. MR അജിത് കുമാറിന്റെ ഹർജിയിലാണ് ഉത്തരവ്. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും റദ്ദാക്കി. മുൻ MLA PV അൻവറിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. മലപ്പുറം ഒതായിയിലെ വീട്ടിലാണ് പരിശോധന. ഇന്ന് രാവിലെയോടെയാണ് ED സംഘം അൻവറിന്റെ വീട്ടിലെത്തിയത്. സ്ഥലത്തിന്റെ രേഖകൾ ഉപയോഗിച്ച് വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപരവുമായ ഒരു തുരങ്കം ഇസ്രായേൽ പ്രതിരോധ സേന കണ്ടെത്തി. 2014 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഹമാസ് സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നു. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.